മണിയാർ ജലവൈദ്യുത പദ്ധതി KCB ഏറ്റെടുക്കില്ല. അപ്പോൾ അതിനുള്ള നടപടികൾ നിർത്തിവെക്കാൻ വ്യവസായ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കാർബോറണ്ടം കമ്പനിയുമായുള്ള 30 വർഷത്തെ കരാർ അവസാനിച്ചപ്പോൾ KCB അത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ നടപടികളാണ് ഇനിയിപ്പോൾ മരവിപ്പിക്കാൻ പോകുന്നത്. ജിബിൻ ജെബി ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജിബിൻ, എന്തൊക്കെ കാരണങ്ങളാണ് ഇപ്പോൾ KCB ഇതിനായി പറയുന്നത്? ക്രിസ്റ്റീന, മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ 30 വർഷത്തെ കരാറാണ് കാർബോറണ്ടം കമ്പനിക്ക് ഉണ്ടായിരുന്നത്. ആ കാലാവധി 2024 ഡിസംബർ 31 കൂടി അവസാനിക്കുകയും ചെയ്തു. പക്ഷേ ഈ കഴിഞ്ഞ 14 മാസവും കാർബോറണ്ടം കമ്പനി അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ തുകയ്ക്ക് പുറത്ത് സ്വകാര്യ കമ്പനികൾക്ക് ഈ വൈദ്യുതി വിൽക്കുകയുമായിരുന്നു ചെയ്തത്. ഇതിന് പിന്നാലെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല 56 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് കാർബോറണ്ടം കമ്പനിയുമായി ബന്ധപ്പെട്ട് ആരോപിക്കുകയും ചെയ്തത്. ഇതിനൊക്കെ പിന്നാലെയാണ് KCB ഈ പദ്ധതി ഏറ്റെടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. മാർച്ച് മാസത്തിൽ കൂടിയ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് സബ് കമ്മിറ്റികൾ കൂടി രൂപീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് KCB ഇത്തരത്തിലുള്ള നടപടികളും, അതായത് ഈ ജലവൈദ്യുത പദ്ധതി ഏറ്റെടുക്കുന്നതിന് വേണ്ടി KCB ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുമായി നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ഈ മണിയാർ വൈദ്യുത പദ്ധതിയുടെ അവിടെ എത്തി KCB ഉദ്യോഗസ്ഥരെ അകത്തേക്ക് കയറ്റാൻ കാർബോറണ്ടം കമ്പനി തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതിനെ എതിർത്തുകൊണ്ട് വ്യവസായ വകുപ്പ് തന്നെ രംഗത്തെത്തുകയും ചെയ്തത്. കാരണം കേരളം എന്ന് പറയുന്നത് ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ്. അതുകൊണ്ട് ഈ കാർബോറണ്ടം കമ്പനിയുടെ കയ്യിൽ നിന്ന് ഈ പദ്ധതി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് വ്യവസായത്തെ അത് തകർക്കുമെന്നുള്ള ഒരു കാര്യം വ്യവസായ വകുപ്പ് മുന്നിൽ പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് KCBയോട് ഈ വൈദ്യുത പദ്ധതി ഏറ്റെടുക്കുന്ന നടപടികൾ നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിന് പിന്നാലെ വീണ്ടും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തു വരികയാണ്. കാരണം ഈ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് 12 മെഗാവാട്ട് വൈദ്യുതിയാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വൈദ്യുതി ക്ഷാമം നേരിടുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിൽ ഈ കാലാവധി കഴിഞ്ഞ ഒരു പദ്ധതി അത് KCB ഏറ്റെടുക്കുന്നതാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയും ചെയ്തത്. പ്രധാനമായ ആരോപണങ്ങളിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ മണിയാർ വൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് 40 പൈസ മാത്രമാണ് ചിലവായി വരുന്നത്. ആ 40 പൈസയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പുറത്ത് സ്വകാര്യ കമ്പനികൾക്ക് 10 മുതൽ 14 രൂപയ്ക്ക് വരെയാണ് ഇപ്പോൾ കാർബോറണ്ടം കമ്പനി വിൽക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ആരോപണത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് വീണ്ടും വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്കാണ് വ്യവസായ വകുപ്പിന്റെ ഈ ഒരു നടപടി എത്തിച്ചേർന്നിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. ജിബിൻ ജെബി ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ 30 വർഷത്തെ കരാർ പൂർത്തിയായി. ആ കരാർ പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ KCB മണിയാർ ജലവൈദ്യുത പദ്ധതി ഏറ്റെടുക്കില്ല എന്ന വിവരമാണ് ജിബിൻ ജെബി പങ്കുവെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.